ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കാൻഡിലിവർ ബീമിന്റെ ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് ലോഡിംഗ് കണ്ടീഷനിലുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രവും വരയ്ക്കാൻ പഠിച്ചു. നമ്മൾ ഒരു പോയിന്റ് ലോഡിന് വരച്ചു അറ്റ് ഫ്രീ എൻഡ്. കാൻഡിലിവറിന്റെ ഫ്രീ എൻഡിലായിരുന്നപ്പോൾ പോയിന്റ് ലോഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിംഗ് മൊമെന്റ് വരച്ചു. കാൻഡിലിവറിന്റെ മുകളിൽ UDL ഉണ്ടെങ്കിൽ അതിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിംഗ് മൊമെന്റ് വരച്ചു. അതുപോലെ കാൻഡിലിവറിൽ ഒരു യൂണിഫോംലി വേരിയിങ് ലോഡ് ആണെങ്കിൽ അതിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിംഗ് മൊമെന്റ് വരച്ചു. സോ നമ്മൾ കാൻഡിലിവർ തൽക്കാലം നിർത്തുന്നു. നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവാണ്. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ബീം എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീം നമുക്കറിയാം, വൺ എൻഡ് ഹിഞ്ചഡ് ആണ്, അതർ എൻഡ് റോളർ ആണ്. അങ്ങനെയുള്ള ബീംസിനാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറയാം. സിംപ്ലി സപ്പോർട്ടഡിന്റെ ഡിഫറെന്റ് ലോഡ് കേസസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ഇറ്റ് സ്പാൻ. രണ്ടാമത്തെ കേസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL ഓൺ ഇറ്റ്. ഈ രണ്ട് കേസസ് നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് സിംഗിൾ പോയിന്റ് ലോഡ് ഇൻ ദിസ് സ്പാൻ. സോ അതിന്റെ സ്പാനിൽ ഒരു സിംഗിൾ പോയിന്റ് ലോഡ് ഉള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രവും നമ്മൾ വരയ്ക്കാൻ പോകും. ഇതാണ് നമ്മുടെ ബീം. സോ നിങ്ങൾ കാണുന്നുണ്ട്, ബീമിൽ A എന്ന് പറയുന്ന ഒരു ഹിഞ്ച് എൻഡ് ഉണ്ട്, B എന്ന് പറയുന്ന ഒരു റോളർ എൻഡ് ഉണ്ട്, P എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേറ്റഡ് പോയിന്റ് ലോഡ്, P എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേറ്റഡ് പോയിന്റ് ലോഡ് C എന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. സോ 3 പോയിന്റ് നമ്മൾ ഇവിടെ ഉണ്ട്, A, B, C. എയും ബിയും സപ്പോർട്ടാണ്. C എന്ന് പറഞ്ഞാൽ P എന്ന കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ, ഇനി P എന്ന് പറയുന്നത് ലെഫ്റ്റ് ആൻഡ് A അല്ലെ, ലെഫ്റ്റ് ആൻഡ് എന്ന് A എന്ന ഡിസ്റ്റൻസിലും C എന്ന് പറയുന്ന പോയിന്റ് റൈറ്റ് എൻഡിൽ നിന്ന് B ഡിസ്റ്റൻസിലുമാണ് ഉള്ളത്. സോ A ഫ്രം ലെഫ്റ്റ് ആൻഡ് B ഫ്രം റൈറ്റ് ആൻഡ്. സോ A പ്ലസ് B എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് L ആണ്, അല്ലെങ്കിൽ സ്പാൻ L ആണ്. സോ A പ്ലസ് B ആണ് സ്പാൻ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ബെൻഡിംഗ് മൊമെന്റും ഷിയർ ഫോഴ്സും വരയ്ക്കണം. സോ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് 2 മേജർ വ്യത്യാസമാണ് നമ്മൾ ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീം ചെയ്യുമ്പോൾ വരിക. എസ്പെഷ്യലി ഈ ഒരു പ്രോബ്ലത്തിന് 2 ഡിഫറൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ കാൻഡിലിവർ എടുത്തപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന്, അതായത് ഫ്രീ എൻഡിൽ നിന്ന് സെക്ഷൻ എടുത്ത് വരുമ്പോൾ നമുക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലെ. ഒരു സൈഡ് ഫ്രീ ആണ്, അപ്പൊ നമ്മൾ സെക്ഷൻ ഫ്രീ എൻഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് ആ റൈറ്റ് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ റിയാക്ഷൻസ് ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡ് എടുത്താൽ മാത്രമേ അവിടെ റിയാക്ഷൻ വരുള്ളൂ. അപ്പൊ റൈറ്റ് സൈഡിലെ ഫോഴ്സസ് മാത്രം കണ്ടിട്ടാണ് നമ്മൾ ഷിയർ ഫോഴ്സും ബെൻഡിംഗ് മൊമെന്റും വരച്ചത്. സോ വി വർ നോട്ട് നീഡിങ് ടു ഫൈൻഡ് വാട്ട് വാസ് ദ റിയാക്ഷൻസ് അറ്റ് ദ സപ്പോർട്ട്. പക്ഷെ ഇവിടുത്തെ കേസിൽ നിങ്ങൾ എവിടെ സെക്ഷൻ എടുത്താലും ഏതെങ്കിലും ഒരു സൈഡിൽ നോക്കുള്ളൂ. ഇപ്പൊ സപ്പോസ് ഇവിടെ ഞാനൊരു സെക്ഷൻ എടുത്താലും ഈ സൈഡിൽ നോക്കണം, ഇവിടെ ഞാനൊരു സെക്ഷൻ എടുത്താലും ഈ സൈഡ്. സോ ഏതൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും എനിക്ക് ഒരു സപ്പോർട്ട് അവിടെ ഉണ്ടാവും അല്ലെ. ഏത് സെക്ഷൻ എടുത്താലും ഒരു സപ്പോർട്ട് ഉണ്ടാവും. സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സപ്പോർട്ടിന് റിയാക്ഷൻസ് ഉണ്ട് അല്ലെ. whenever there is a support offers reaction. നമുക്കറിയാം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഞാൻ ഏത് സെക്ഷൻ എടുത്താലും എനിക്ക് സപ്പോർട്ടിന്റെ റിയാക്ഷൻസ് വേണ്ടി വരും. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് for calculating shear force or bending moment of simply supported beam, any simply supported beam is calculation of reactions. So നമുക്ക് ഈ റിയാക്ഷൻസ് ആദ്യം കണ്ടുപിടിക്കണം. റിയാക്ഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. സോ ഇങ്ങനത്തെ പ്രോബ്ലം ഇതിലും കട്ടിയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ്. ജസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂസിന് പകരം PAB എന്നൊക്കെ പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള വ്യത്യാസം ഇവിടെ ഉള്ളൂ. സോ ലെറ്റ്സ് ജസ്റ്റ് സ്പീഡ്ലി see how we are going to calculate the support reaction. സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ്. ഇതിൽ ഒന്നാമത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻ വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു 0, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു 0. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 വെർട്ടിക്കൽ ഫോഴ്സസ് ഉണ്ട്, RA ആൻഡ് RB അപ്വേർഡ്സ്, P ഫോഴ്സ് ഡൗൺവേർഡ്സ് അല്ലെ. RAയും RB അപ്വേർഡ്സ്, P ഫോഴ്സ് ഡൗൺവേർഡ്സ്. വി ആർ ടേക്കിംഗ് ദ ഡയറക്ഷൻ അപ്വേർഡ്സ്. അപ്വേർഡ് ആക്ട് ചെയ്യുന്ന പോസിറ്റീവും ഡൗൺവേർഡ് നെഗറ്റീവ് എടുക്കുന്നു എന്ന് വിചാരിക്കാം. ദെൻ വാട്ട് യു ഗെറ്റ്, സിഗ്മ V is equal to 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ RA plus RB upwards ആണ്, രണ്ടും upwards ആണ്. So they are positive. Minus P is equal to 0. So RA plus RB minus P is equal to 0 is your first condition അല്ലെ. RA plus RB minus P is equal to 0. From this RA plus RB is equal to P. Okay, RA plus RB is equal to P. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. സോ നമ്മൾ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്തു, അത് വെച്ചൊരു ഇക്വേഷൻ അറൈവ് ചെയ്തു. അടുത്തത് രണ്ടാമത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിലേക്കുള്ള മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക.
algebraic sum of that moment should be equal to 0. നമ്മുടെ rotational equilibrium എന്ന് നമ്മൾ പറയും. So moment should be equal to 0. ഞാനിവിടെ എടുക്കുന്ന B എന്ന് പറയുന്ന പോയിന്റ്. ഈ റോളർ സപ്പോർട്ട് B എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള മൊമെന്റ്സ് നമ്മൾ എടുക്കുന്നു. അങ്ങോട്ട് ഏതൊക്കെ മൊമെന്റ് ഉണ്ട്? സോ ഈ പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആർ ബിന്റെ ആവശ്യമില്ല. ആർ ബി ഒഴിവാക്കി കഴിഞ്ഞാൽ ആർ എ ഫോഴ്സും പി ഫോഴ്സും ഉണ്ട്. ഈ രണ്ട് ഫോഴ്സും കൊണ്ട് ഇങ്ങോട്ട് മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? സോ അതിൽ ഞാൻ ആർ എ ഇൻറ്റു എൽ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഈ മൊമെന്റ് ആർ എ ഇൻറ്റു എൽ ആക്ട് ചെയ്യുന്ന എങ്ങനെയാ? ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആ ഡയറക്ഷൻ ഞാൻ പോസിറ്റീവ് എടുക്കുന്നു. സോ ആർ എ ഇൻറ്റു എൽ മൈനസ് പി ഇൻറ്റു ബി, ഇത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? പി ഇൻറ്റു ബി, ഇങ്ങനെയാണ് മൊമെന്റ് ആക്ട് ചെയ്യുക. ആർ എ ഇൻറ്റു എൽ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക. സോ ഇഫ് യു calculate, you will get the final value of RA as PB by L. Okay അല്ലേ? സോ RA into L ആണ് RA കൊണ്ടുണ്ടാവുന്ന മൊമെന്റ്. P into B ആണ് P എന്ന് പറയുന്ന പോയിന്റ് ലോഡ് കൊണ്ടുണ്ടാവുന്ന മൊമെന്റ്. സോ ഇഫ് യു കാൽക്കുലേറ്റ് RA is equal to PB by L. ഒന്ന് ക്ലോക്ക് വൈസും ഒന്ന് ആന്റി ക്ലോക്ക് വൈസും ആണ്. ദാറ്റ്സ് ഓൾ. സോ RA കിട്ടി. RA കിട്ടിക്കഴിഞ്ഞാൽ RB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 in ഇക്വേഷൻ 1. So you will get PB by L plus RB is equal to P. From this, RB is equal to P minus PB by L. Then ഇതിനകത്ത് ഞാൻ P പുറത്തെടുത്തു. P പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കിട്ടും. P പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് 1 മൈനസ് ബി ബൈ എൽ എന്നാവും. അതിൻ്റെ എൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എൽ മൈനസ് ബി ബൈ എൽ എന്ന് പറയും അല്ലേ? വാട്ട് ഈസ് എൽ മൈനസ് ബി? നോക്കിക്കേ, ഇതാണ് എൽ, ഇതാണ് ബി. സോ വാട്ട് ഈസ് എൽ മൈനസ് ബി? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ അല്ലെ? ലെങ്ത് ഇതാണ്, ബി എന്ന് പറയുന്നത് ഇതാണ്. സോ സ്പാൻ മൈനസ് ബി എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എ. സോ യു വിൽ ഗെറ്റ് ആർ ബി അസ് പി എ ബൈ എൽ. സോ ആർ എ എന്ന് പറയുന്നത് പി ബി ബൈ എൽ ആണ്, ആർ ബി എന്ന് പറയുന്നത് പി എ ബൈ എൽ ആണ്. സോ യൂഷ്വലി നമ്മൾ ഭാവിയിലോട്ടൊക്കെ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ്. ഇത് ഓർത്തിരിക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടോ, അതിന്റെ ഇപ്പുറത്തെ വശത്ത് വലതുവശത്തുള്ള ഡിസ്റ്റൻസ്, ഇപ്പൊ നമുക്ക് എ എന്ന റിയാക്ഷനാണ് വേണ്ടതെങ്കിൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ല എടുക്കണ്ടേ, പി ഇൻറ്റു ബി ബൈ എൽ എടുക്കുക, പി ഇൻറ്റു ബി ബൈ സ്പാൻ എടുക്കുക. ഇനി സപ്പോസ് ഇവിടുത്തെ റിയാക്ഷൻ ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡിസ്റ്റൻസ് എടുക്കുക, പി ഇൻറ്റു എ ബൈ എൽ. കണ്ടോ, ആർ ബി എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു എ ബൈ എൽ ആണ്, ആർ എ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ബി ബൈ എൽ ആണ്. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സോ ഏത് സപ്പോർട്ടിലോട്ടാണോ സിംപ്ലി സപ്പോർട്ടിന്റെ റിയാക്ഷൻ വേണ്ടേ, ആ സപ്പോർട്ടിന്റെ ഡിസ്റ്റൻസ് അല്ല അതിന്റെ ഓപ്പോസിറ്റ് സപ്പോർട്ടിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക. സോ പി ഇൻറ്റു ബി ബൈ എൽ അതാണ് ആർ എ എന്ന് പറയുന്നത്, പി ഇൻറ്റു എ ബൈ എൽ അതാണ് ആർ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഒബ്ജക്റ്റീവ് എക്സാം ഒന്നും അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ റിയാക്ഷൻ കണ്ടുപിടിക്കണം. സോ വി ഫൗണ്ട് ദ റിയാക്ഷൻസ്. ആർ എ ഇസ് ഈക്വൽ ടു പി ബി ബൈ എൽ, ആർ ബി ഇസ് ഈക്വൽ ടു പി എ ബൈ എൽ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ. നമ്മൾ രണ്ട് റിയാക്ഷൻ കണ്ടുപിടിച്ചു. ഇത് നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. സോ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതായിരുന്നേ, നമുക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കേണ്ടി വരും. സോ നമ്മൾ റിയാക്ഷൻ കണ്ടുപിടിച്ചു. സോ ആർ എക്കും ആർ ബിക്കും പകരം ഞാൻ റിയാക്ഷൻസ് എഴുതിയിട്ടുണ്ട്, പി ബി ബൈ എൽ, പി എ ബൈ എൽ റിയാക്ഷൻസ് എഴുതി. ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളൊരു സിംഗിൾ സെക്ഷൻ ആയിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഒക്കെ നോക്കിയത് അല്ലെ? സിംപ്ലി സപ്പോർട്ടഡ് കാന്റിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡഡ് ഫ്രീ എൻഡ് എടുത്തപ്പോൾ നമ്മൾ അവിടെ ഏത് സെക്ഷൻ എടുത്താലും അതിന്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ ഒറ്റ ഫോഴ്സ് മാത്രമേ ഉള്ളൂ അല്ലെ? ഏതൊരു സൈഡിലോട്ട് നോക്കിയാലും റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഏത് സെക്ഷൻ, ആ സ്പാനിൽ ഏതൊരു സെക്ഷൻ എടുത്താലും അതിന്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ ഒറ്റ ഫോഴ്സ് പോയിന്റ് ലോഡ് പി മാത്രമേ ഉള്ളൂ. അതുപോലെ യു ഡി എൽ എടുത്തു കഴിഞ്ഞാൽ ഏത് സെക്ഷൻ എടുത്താലും അത് ഡബ്ല്യു എക്സ് തന്നെയാണ് ലോഡ്, വേറെ അഡീഷണൽ ലോഡൊന്നും ഇല്ല. സെയിം തിങ് നമ്മൾ യു വി എൽ എടുത്തു കഴിഞ്ഞപ്പോഴും ഏതൊരു സെക്ഷൻ എടുത്താലും അവിടെ ഇന്റൻസിറ്റി ഓഫ് ലോഡിങ് വേരിയേഷൻ സെയിം ആണ്, യു വി എല്ലിന്റെ വേരിയേഷൻ സെയിം ആണ്. സോ ലോഡ് ഈസ് സെയിം, വേറെ അഡീഷണൽ ലോഡൊന്നും ഇല്ല. പക്ഷെ ഇവിടെ വന്നാൽ എന്താ പ്രശ്നം എന്ന് നോക്കാം. ഞാൻ എ സി എന്ന് പറഞ്ഞൊരു പോർഷൻ എടുത്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ സി എന്ന് പറഞ്ഞൊരു പോർഷൻ എടുത്തു. അപ്പൊ എ സി എന്നുള്ളൊരു പോർഷൻ എടുത്ത് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഏത് സെക്ഷൻ എടുത്തു എന്ന് വിചാരിക്കാം, എ സിന്റെ ഇടയ്ക്ക് ഏത് സെക്ഷൻ എടുത്തു എന്ന് വിചാരിക്കാം. സോ എ സിന്റെ ഇടയ്ക്ക് ഇവിടെയോ എവിടെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയാൽ ഒറ്റ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. ഏതാണ്? പി ബി ബൈ എൽ അല്ലെ? ഇവിടെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് നോക്കിയാൽ ഒറ്റ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ, പി ബി ബൈ എൽ. ഇനി ഞാൻ ആ സെക്ഷൻ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് എന്ത് പറ്റും? ഞാൻ എക്സ് ഈസ് ഈക്വൽ ടു എൽ എന്ന് കൊടുത്താൽ ആക്ച്വലി പി ബി ബൈ എൽ എന്ന് തന്നെ ഫോഴ്സ് പറയാം അല്ലെ? നമ്മളിപ്പം ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്താ, ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എക്സ് എന്നൊരു ഇക്വേഷൻ എടുക്കും. സോ ഞാൻ ഇവിടെ ഒരു ഡിസ്റ്റൻസ് എടുത്തു, എക്സ് എന്ന് എടുത്തു,
ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി പി ബി ബൈ എൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് എക്സ് ഇസ് ഈക്വൽ ടു എൽ കൊടുത്താലും പി ബി ബൈ എൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ എങ്ങനെയാണോ കേസ് നോക്കിക്കേ, ഈ ഫോഴ്സ് നമ്മുടെ സെക്ഷൻ ഇതിന്റെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു എന്ന് വെച്ചു. ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ സി എന്ന് പറഞ്ഞ പോയിന്റ് കഴിഞ്ഞ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷനിൽ ആക്ച്വലി ലെഫ്റ്റ് സൈഡ് എടുത്താൽ രണ്ട് ഫോഴ്സസ് ഉണ്ട് അല്ലെ, പി ബി ബൈ എല്ലും ഉണ്ട് പിയും ഉണ്ട്. സോ പി ബി ബൈ എൽ എന്ന് മൊത്തത്തിൽ എടുത്താൽ തെറ്റാണ്. സോ വി വിൽ ഹാവ് ടു കൺസിഡർ ടു സെക്ഷൻസ് while doing a load like this. So actually ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്താൽ ആ ലോഡ് നമ്മൾ ബീമിനെ രണ്ടായിട്ട് പാർട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ആ ബീമിന് രണ്ട് സെക്ഷൻസ് എടുത്തിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി. മനസ്സിലായോ? നമുക്ക് കുറച്ചും കൂടി പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത് ഒരു സിംഗിൾ സെക്ഷൻ ത്രൂ ഔട്ട് ലെങ്ത് ആണ് ചെയ്തത് അല്ലെ. എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുത്തു, എക്സ് ഇസ് ഈക്വൽ ടു എൽ കൊടുത്തു. അതിന്റെ കാരണം ആ സെക്ഷനിൽ നമ്മൾ ഏതൊരു സെക്ഷൻ എടുത്താലും ആ ത്രൂ ഔട്ട് ദ ലെങ്ത് ലോഡ് സെയിം ആയിരുന്നു, ലോഡിന് മാറ്റമൊന്നും വരുന്നില്ല, വേറെ അഡീഷണൽ ലോഡൊന്നും കയറി വരുന്നില്ല. പക്ഷെ ഈ ഒരു സ്പാൻ എടുത്ത് ഈ ഒരു സ്പാനിൽ ഞാൻ സെക്ഷൻ ഇവിടെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, സോ ഈ ഒരു സ്പാനിൽ ഞാൻ സെക്ഷൻ ഇവിടെ മാത്രമാണ് കൺസിഡർ ചെയ്തിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഞാൻ ഇവിടെ ഏതൊരു പോയിന്റ് എടുത്താലും പി ബി ബൈ ഇല്ലെന്ന് എനിക്ക് ഷിയർ ഫോഴ്സ് കിട്ടുള്ളൂ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എക്സ്ട്രാ ഒരു പി ഫോഴ്സ് ഇവിടെ സിയിലുണ്ട്. സോ ആക്ച്വലി ഇവിടെ ഉള്ള സെക്ഷനിലെ ഫോഴ്സ് അല്ല ഞാൻ ഈ സി എന്ന് പറഞ്ഞ പോയിന്റിന് ശേഷം ഒരു സെക്ഷൻ എടുത്താൽ കിട്ടുക. സോ ഒരു സിംഗിൾ സെക്ഷനിൽ എനിക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല, ഞാൻ രണ്ട് സെക്ഷൻസ് കൺസിഡർ ചെയ്യണം. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെക്ഷൻസ് കൺസിഡർ ചെയ്യുക എന്നുള്ളത്. കൺസിഡർ സെക്ഷൻ എക്സ് എക്സ് അറ്റ് ഡിസ്റ്റൻസ് എക്സ്. സോ ഞാൻ രണ്ട് പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ എ സി എന്നുള്ള പോർഷനിൽ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യും, ബി സി എന്ന് പറഞ്ഞൊരു പോർഷനിലും നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യും. എന്നിട്ടാണ് ഈ പ്രോബ്ലം മുന്നോട്ട് ചെയ്യുക. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. സോ രണ്ട് പോർഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ പോർഷൻ എ സി ഈ ഭാഗം, രണ്ടാമത്തെ പോർഷൻ ബി സി. സോ നമ്മൾ രണ്ട് ഭാഗത്തെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ ഒന്നാമത്തെ പോർഷൻ എ സിയിൽ സെക്ഷൻ എക്സ് ഞാൻ കൺസിഡർ ചെയ്തു. ഇപ്പൊ ഓർക്കുക, പോർഷൻ എ സിയിൽ മാത്രമാണ് ഞാൻ സെക്ഷൻ എക്സ് കൺസിഡർ ചെയ്യുക. ഈ എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എ തൊട്ട് സി വരെയേ ഉള്ളൂ, എ തൊട്ട് ബി വരെയില്ല. അതാണ് നമ്മുടെ പോയിന്റ്. സോ സെക്ഷൻ എക്സ് റേഞ്ചസ് ഫ്രം എക്സ് ഈസ് ഈക്വൽ ടു 0 ടു എക്സ് ഈസ് ഈക്വൽ ടു എ. അത് ഓർത്ത് വെക്കുക. നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, കൺസിഡർ സെക്ഷൻ എക്സ് എക്സ് അറ്റ് ഡിസ്റ്റൻസ് എക്സ്. നമ്മൾ എ സി പോർഷൻ മാത്രം ആദ്യം ഡിസ്കസ് ചെയ്ത് പോവാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ആ എക്സ് എന്ന് പറയുന്ന ആക്സിസിലുള്ള ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അതിനൊരു ജനറലൈസ്ഡ് ഇക്വേഷൻ ആണ്. സോ കാൽക്കുലേറ്റ് ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എക്സ് സെക്ഷൻ. സോ വാട്ട് ഈസ് എ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എക്സ് സെക്ഷൻ? അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ജസ്റ്റ് ഇഗ്നോർ ദ അതർ സൈഡ് അല്ലെ. എക്സ് സെക്ഷന്റെ അപ്പുറത്തുള്ള എല്ലാം മറക്കുക. സോ അവിടെ ഒരു ഫോഴ്സും ഇല്ല, അവിടെ ഒരു ബീമും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മുടെ ഇനി കൺസിഡറേഷൻ ഇത്രയും പോർഷൻസേ ഉള്ളൂ അല്ലെ. ഈ ഒരു ഭാഗം നമ്മുടെ കൺസിഡറേഷനിൽ ഇല്ല. ഇനി നമ്മുടെ കൺസിഡറേഷൻ ഉള്ളത് ഈ ഒറ്റ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഷിയർ ഫോഴ്സ്? സോ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഞാൻ എന്താന്ന് 2-3 തവണ നിങ്ങളോട് പറയും. ഷിയർ ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ റിസൾട്ടന്റ് ഫോഴ്സ് വി ഗെറ്റ് ഇഫ് യു ടേക്ക് എ സെക്ഷൻ ആൻഡ് കൺസിഡർ ഓൺലി ടു വൺ സൈഡ്. ഓക്കെ, ഷിയർ ഫോഴ്സ് ഒരു ഇന്റേണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇന്നത് ഞാനൊരു ഹോംവർക്ക് തന്നപ്പോൾ എല്ലാവരുടെയും സംശയമായിരുന്നു ഈ ഷിയർ ഫോഴ്സ്, റിയാക്ഷൻ, ബെൻഡിങ് മൊമെന്റും നമ്മുടെ റിയാക്ഷൻ മൊമെന്റും തമ്മിലുള്ള വ്യത്യാസം. സോ റിയാക്ഷനും മൊമെന്റും കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ടോട്ടൽ സ്ട്രക്ചർ ആണ് ഉപയോഗിക്കുക. കാരണം എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ സപ്പോർട്ട് കൊടുക്കുന്ന റിയാക്ഷൻസ് ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞ എം എ ആർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ എം എയും ആർ എയും കണ്ടുപിടിക്കാൻ നമ്മൾ ടോട്ടൽ ബീമിന്റെ സ്പാൻ എടുക്കുന്നു. മറിച്ച് ഷിയർ ഫോഴ്സിലോട്ടും ബെൻഡിങ് മൊമെന്റിലോട്ടും വരുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ ദി ഇന്റേണൽ ഫോഴ്സസ്. ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഓരോ സെക്ഷനിലും ആക്ട് ചെയ്യുന്ന അൺബാലൻസ്ഡ് ഫോഴ്സ്, അൺബാലൻസ്ഡ് മൊമെന്റ്, അതാണ് എന്ത് ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സെക്ഷൻ എടുത്ത് ഒരു ഭാഗത്തെ അങ്ങോട്ട് മറച്ചു കളയുന്നു. സോ ഞാനിവിടെ ഒരു സെക്ഷൻ എടുത്തു, അതിന്റെ അപ്പുറത്തെ ഭാഗം മൊത്തത്തിൽ അങ്ങോട്ട് മറച്ചു കളഞ്ഞു. അതിന്റെ കാരണം എന്താ? ഇറ്റ് ഈസ് ആൻ അൺബാലൻസ്ഡ് ഇന്റേണൽ ഫോഴ്സ് അല്ലെ. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഇന്റേണൽ ഫോഴ്സ് നമ്മൾ SFD BMD ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തിയറട്ടിക്കൽ പോർഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത്. സോ ഇവിടെ ഞാൻ സെക്ഷൻ എടുത്തു, സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് മാത്രം നോക്കുന്നു. ലെഫ്റ്റ് സൈഡിലോട്ട് മാത്രം നോക്കുമ്പോൾ അവിടെ ഒറ്റ ഫോഴ്സേ ഉള്ളൂ, ദാറ്റ് ഈസ് PB/L വിച്ച് ഈസ് ആക്ടിങ് അപ്വേർഡ്സ് അല്ലെ. റിയാക്ഷൻ അറ്റ് എ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ലോഡും ഇല്ല. ബാക്കിയെല്ലാം നമ്മൾ മറന്നു കളഞ്ഞു. സോ എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തു, അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് നോക്കുന്നു,
PB/L എന്ന് പറഞ്ഞാൽ ഒറ്റ ഫോഴ്സേ ഉള്ളൂ അല്ലെ. ആ PB/L ആണ് ത്രൂ ഔട്ട് ഇവിടം വരെ ഉള്ളത്. സോ വാട്ട് ഈസ് എ ഷിയർ ഫോഴ്സ്? നത്തിങ് ബട്ട് PB/L അല്ലെ. ഇവിടെ ഏതൊരു സെക്ഷൻ എടുത്താലും ദ ഷിയർ ഫോഴ്സ് ഈസ് PB/L. നമ്മൾ ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ എന്തേ ഉള്ളൂ? PB/L മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഷിയർ ഫോഴ്സ്. ഇനി ഷിയർ ഫോഴ്സിന്റെ സൈൻ വേണം അല്ലെ. ഷിയർ ഫോഴ്സിന്റെ സൈൻ എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് സീ ഹൗ ദ ബീം വിൽ മൂവ്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഒരു PB/L ഫോഴ്സ് ഈ ഭാഗത്തുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് ഫോഴ്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ കൺസെപ്റ്റ് അല്ലേ. ഒരു ഭാഗത്ത് ഫോഴ്സ് എടുക്കുന്നു, അപ്പുറത്തെ ഭാഗത്തിനെ മുഴുവൻ നെഗ്ലക്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ലെഫ്റ്റ് സൈഡ് മുകളിലോട്ട് പോകുന്നു, അവിടെ മാത്രമേ ഫോഴ്സ് ഉള്ളൂ. അതിന്റെ അർത്ഥം ലെഫ്റ്റ് സൈഡ് മുകളിലോട്ട് പോകുന്നു, റൈറ്റ് സൈഡ് താഴോട്ട് പോകുന്നു. സോ ലെഫ്റ്റ് സൈഡ് ഗോസ് അപ്പ്, റൈറ്റ് സൈഡ് മൂവ്സ് ഡൗൺ. റൈറ്റ് സൈഡ് അപ്പ് ആണ് നെഗറ്റീവ്, റൺ അല്ലെ. റൈറ്റ് സൈഡ് അപ്പ് ആണ് നെഗറ്റീവ്. സോ റൈറ്റ് സൈഡ് ഡൗൺ ഈസ് പോസിറ്റീവ്. സോ റൈറ്റ് സൈഡ് ഡൗൺ പോസിറ്റീവ് ഷിയർ അല്ലെ. ഒരു ഭാഗത്ത് മാത്രമേ ഫോഴ്സ് ഉള്ളൂ. സോ ഇറ്റ് വിൽ ബി മൂവിങ് ദ ബീം അപ്വേർഡ്സ്. സോ ഷിയർ ഈസ് പോസിറ്റീവ്. സോ നമ്മൾ XX എന്ന് പറഞ്ഞ ഓർബിറ്ററി സെക്ഷനിൽ, അതായത് A തൊട്ട് C വരെ മൂവ് ചെയ്യാൻ കഴിയുന്ന XX എന്ന് പറഞ്ഞ സെക്ഷനിലെ ഷിയർ കണ്ടുപിടിച്ചു. ദാറ്റ് ഷിയർ ഈസ് നത്തിങ് ബട്ട് PB/L. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിലെ ഷിയർ കണ്ടുപിടിക്കണം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് ഇവിടെ പറഞ്ഞാൽ ഒന്നാമത്തത് എവിടെയാ? ഈ ഒരു പോയിന്റ്. രണ്ടാമത്തത് എവിടെയാ? ഈ ഒരു പോയിന്റ്. അതായത് A എന്ന് പറഞ്ഞ പോയിന്റിൽ C എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ ഷിയർ കണ്ടുപിടിക്കാൻ പോവാം. അതിനെന്താ ചെയ്യേണ്ടത്? ഷിയർ ഫോഴ്സ് അറ്റ് X is equal to 0. X is equal to 0 ആവുന്ന എവിടെയാ? A എന്ന് പറഞ്ഞ പോയിന്റിൽ. അതാണ് ഈ ബ്രാക്കറ്റിൽ എഴുതിയത്. ഷിയർ ഫോഴ്സ് അറ്റ് X is equal to A 0 is nothing but ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് A അല്ലെ. പോയിന്റ് എയിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എക്സിന്റെ ടേംസ് ഒന്നും ഇല്ല അല്ലെ. എക്സിന്റെ ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഷിയർ ഈസ് സെയിം PB/L. സോ ഇവിടെ നിങ്ങൾ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സേ ഉള്ളൂ, PB/L. ദാറ്റ് ഈസ് ദ ഫോഴ്സ് ദർ. സോ PB/L is the shear force at A അല്ലെ. സോ എക്സിന് ഇല്ലാത്തതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം, ഇത് നേരിട്ട് എഴുതിയാൽ മതി. അതുപോലെ ഷിയർ ഫോഴ്സ് അറ്റ് X is equal to A. എക്സ് A ആവുന്ന എവിടെയാ? പോയിന്റ് C. സോ എക്സ് A ആവുന്നത് പോയിന്റ് സിയിലാണ്. വാട്ട് ഈസ് ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് C? നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ X ഒന്നുമില്ല. അപ്പോൾ X is equal to A നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന്റെ ലെഫ്റ്റിലോട്ട് ഏത് സെക്ഷൻ എടുത്താലും ഒറ്റ ഫോഴ്സ് മാത്രമേ ഉള്ളൂ, PB/L. അത് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. സോ ദർ ഈസ് നോ വേരിയേഷൻ ഇൻ ദ ഷിയർ ഫോഴ്സ്. ഇറ്റ് ഈസ് അഗൈൻ PB/L. സോ ലെഫ്റ്റിലോട്ട് നമ്മൾ C എന്ന് പറഞ്ഞ പോയിന്റിൽ ലെഫ്റ്റിലെ ഏത് പോയിന്റ് എടുത്താലും അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒറ്റ ഫോഴ്സേ ഉള്ളൂ. ദാറ്റ് ഈസ് എ റിയാക്ഷൻ ഫ്രം സപ്പോർട്ട് A. ആ റിയാക്ഷൻ ഫ്രം സപ്പോർട്ട് A ആണ് അവിടുത്തെ എല്ലാ പോയിന്റ് എടുത്താലും അവിടുത്തെ ഷിയർ ഫോഴ്സ്. ആൻഡ് ദാറ്റ് ഷിയർ ഫോഴ്സ് ഈസ് PB/L, വിച്ച് ഈസ് എ പോസിറ്റീവ് ഷിയർ. കാരണം എന്താ? അത് അതിന്റെ റൈറ്റ് സൈഡിന് താഴോട്ട്, ആക്ച്വലി ലെഫ്റ്റ് സൈഡിന് മേലോട്ട് പോകുന്നു. ലെഫ്റ്റ് സൈഡ് മേലോട്ട് പോയാൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ഷിയർ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോർഷൻ അല്ലെ. AC എന്നുള്ള പോർഷനിലെ രണ്ട് പോയിന്റിലെ ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. അത് വെച്ച് നമുക്കൊന്ന് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ബേസ് പോയിന്റ് ഞാൻ വരച്ചു, ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈനിൽ X 0 ആവുമ്പോൾ PB/L അല്ലെ. X 0 ആവുമ്പോൾ PB/L. X A ആവുമ്പോഴും PB/L. കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ ജസ്റ്റ് ജോയിൻ ബൈ എ ഹൊറിസോണ്ടൽ ലൈൻ. സോ PB/L പോസിറ്റീവ് ഷിയർ. സോ ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യത്തെ AC എന്ന് പറഞ്ഞുള്ള പോർഷൻ മാത്രം കൺസിഡർ ചെയ്തു, അവിടുത്തെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചു. സോ അതിന്റെ ഏറ്റവും അറ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ A ആണ്, ഇങ്ങേ അറ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ C ആണ്. ആ ഒരു സ്പാനിൽ ത്രൂ ഔട്ട് ഷിയർ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്, വേറെ ഒരു ഫോഴ്സും ഇല്ലാത്തത് കൊണ്ട്. സോ ആ ഫസ്റ്റ് പോർഷൻ ഈസ് കംപ്ലീറ്റ്. ഇനി നമ്മൾ പോർഷൻ BCയിലോട്ട് പോകുന്നു. സോ പോർഷൻ BC എടുത്തു. ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ സെക്ഷൻ എടുക്കാം. ഞാനിപ്പോൾ സെക്ഷൻ എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ A എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് X ഡിസ്റ്റൻസിൽ എടുത്ത പോലെ ഇവിടുന്ന് B എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് X ഡിസ്റ്റൻസിൽ എടുക്കുന്നു. ഇതല്ലാതെ നിങ്ങൾക്ക് ഈ Aന്ന് തന്നെ ഈ P കഴിഞ്ഞിട്ട് എടുക്കാം. മനസ്സിലായോ? Aന്ന് തന്നെ P കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സെക്ഷൻ വരയ്ക്കാം. പക്ഷെ അതെടുക്കാത്തതിന്റെ കാരണം രണ്ട് ഫോഴ്സ് വരും, കോംപ്ലിക്കേറ്റഡ് ആവും. ഇവിടെ ഒറ്റ ഫോഴ്സ് എടുത്താൽ മതി അല്ലേ. ഇങ്ങനെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്താൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് മുഴുവൻ മറന്നു കളയുക, എന്നിട്ട് PA/L എന്ന് പറഞ്ഞ ഫോഴ്സ് എടുക്കും. സോ സെക്ഷൻ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ ചോയ്സ് ആണ്. എവിടെയാണോ കുറഞ്ഞ കാൽക്കുലേഷൻ വരിക അവിടെ നിന്ന് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ രണ്ടെണ്ണം എടുക്കാനുള്ളതിന്റെ കാരണം ഞാൻ പറഞ്ഞു, രണ്ട് സൈഡിലും ഒരേപോലെ അല്ല ഫോഴ്സ് ഉള്ളത്. ദർ ഈസ് എ ഡിഫറൻസ് ഇൻ ഫോഴ്സ് കമ്മിങ് അല്ലെ. രണ്ട് റിയാക്ഷൻ ഡിഫറൻസ് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഒരു P എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട്. സോ ത്രൂ ഔട്ട് ഒരു സെക്ഷൻ എടുത്ത് നമുക്ക് പോകാൻ പറ്റില്ല, രണ്ട് പോർഷൻ ആയിട്ട് എടുത്തിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് പോർഷൻ BC നമ്മൾ കൺസിഡർ ചെയ്തത്. പോർഷൻ BCന്ന് Bന്ന് നമ്മളൊരു സെക്ഷൻ എടുത്തു,
ആ സെക്ഷൻ അറ്റ് എക്സ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എക്സ് എക്സ്. ഇനി സ്റ്റെപ്സ് ഒക്കെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് അല്ലെ. ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എക്സ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എക്സ്? ഇവിടുത്തെ സെക്ഷൻ എടുക്കുക. അപ്പൊ ബാക്കി മുഴുവൻ മറന്നു കളയാം. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം നമ്മൾ മറന്നു. ഇനി നമ്മൾ റൈറ്റ് സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, ലെഫ്റ്റ് സൈഡ് മൊത്തം മറന്നു, റൈറ്റ് സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ. മനസ്സിലായല്ലോ? നമ്മളിപ്പോ ബി സി എന്ന് പറഞ്ഞ പോർഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ ബി സി എന്നുള്ള പോർഷനിൽ ഒരു എക്സ് എക്സ് ആക്സിസ് എടുത്തു. ആ എക്സ് എക്സ് ആക്സിസിന്റെ ഡിസ്റ്റൻസ് ബിയിൽ നിന്ന് എക്സ് ആണ്. ഓക്കെ, ഇനി ആ എക്സിന്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം മറന്നു, അവിടെയാണ് കൂടുതൽ ഫോഴ്സ് അല്ലേ. സോ ആ ഭാഗം മുഴുവൻ നമ്മൾ അങ്ങോട്ട് മറന്നു കളഞ്ഞു. ഓക്കെ, ഇനി ബാക്കിയുള്ളത് എന്താ? ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ആ പോർഷൻ വെച്ച് നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എക്സ്? ദർ ഇസ് എ പി എ ബൈ എൽ ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്സ് അല്ലെ. ഇവിടെ ഏതൊരു സെക്ഷൻ എടുത്താൽ ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വേറെ ഫോഴ്സ് ഒന്നുമില്ല, ഓൺലി വൺ ഫോഴ്സ്, ദാറ്റ് ഈസ് റിയാക്ഷൻ അറ്റ് ബി വിച്ച് ഈസ് ആക്ടിങ് അറ്റ് അപ്വേർഡ്സ്. സോ ദാറ്റ് ഈസ് പി എ ബൈ എൽ. ഞാൻ ഇവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. നോക്കുക, ഈ സെക്ഷന്റെ റൈറ്റിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഒറ്റ ഫോഴ്സേ ഉള്ളൂ, പി എ ബൈ എൽ, ദാറ്റ് ഈസ് ആക്ടിങ് അപ്വേർഡ്സ്. പക്ഷെ വാല്യൂ നെഗറ്റീവ് ആണ്. എന്തുകൊണ്ട്? അതിനെന്ത് നോക്കണം? നമുക്ക് ഷിയറിന്റെ സൈൻ നോക്കണം. ഷിയറിന്റെ സൈൻ നമ്മൾ പറയുന്നത് എങ്ങനെയാ? ആ പെർട്ടിക്കുലർ സെക്ഷൻ വെച്ച് നോക്കുമ്പോൾ ബീം എങ്ങനെയാണ് ഷിയർ ചെയ്യാൻ സാധ്യത എന്നുള്ള. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സ് ഒക്കെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ അല്ലെ, അവിടെ ഇഗ്നോർ ചെയ്തു. നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ഫോഴ്സ് ഉണ്ട്, പി എ ബൈ എൽ, വിച്ച് ഈസ് മൂവിങ് അപ്വേർഡ്സ്. റൈറ്റ് സൈഡ് അപ്പ് ഈസ് നെഗറ്റീവ് അല്ലെ, റൈറ്റ് അപ്പ് നെഗറ്റീവ്. സോ നമ്മുടെ ഫോഴ്സ് റൈറ്റ് സൈഡിൽ ഒറ്റ ഫോഴ്സേ ഉള്ളൂ, അതാണ് അതിനെ മൂവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് റൈറ്റ് സൈഡ് അപ്പ് നെഗറ്റീവ്. സോ ദ വാല്യൂ ഓഫ് ഷിയർ ഈസ് നെഗറ്റീവ് ഷിയർ. അതുകൊണ്ടാണ് ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എക്സ് എന്ന് പറഞ്ഞു മൈനസ് പി എ ബൈ എൽ എന്ന് എഴുതിയത്. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് when we consider the right hand side of the beam. Okay, ഇനി ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ്സ്. ഇവിടുത്തെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് പോയിന്റ് ബി, എക്സ് ഈസ് ഈക്വൽ ടു ബി, ദാറ്റ് ഈസ് പോയിന്റ് സി. ആ രണ്ട് പോയിന്റിൽ ഷിയർ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് ബി ആണ് അല്ലെ. എക്സ് ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പോയിന്റ് ബി ആണ്. അറ്റ് പോയിന്റ് ബി വാട്ട് ഈസ് ദ ഷിയർ ഫോഴ്സ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പി എ ബൈ എൽ. ഇവിടെ എക്സ് ഒന്നും ഇല്ല, ആകെയുള്ള ഫോഴ്സ് പി എ ബൈ എൽ ആണ്. ദാറ്റ് ഈസ് ആക്ടിങ് അപ്വേർഡ്സ് ആൻഡ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഷിയർ. സോ യു ഹാവ് മൈനസ് പി എ ബൈ എൽ ആസ് ദ ഷിയർ ഫോഴ്സ്. ഓക്കെ, സോ മൈനസ് പി എ ബൈ എൽ ആണ് ഇവിടുത്തെ ഷിയർ ഫോഴ്സ്. ഇനി അറ്റ് ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ബി. എക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് സി. സോ പോയിന്റ് സിയിൽ ഇറ്റ് ഈസ് മൈനസ് പി എ ബൈ എൽ. നോ ചേഞ്ച് അല്ലേ. ഇവിടെ നിന്ന് സെക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ വേറൊരു വ്യത്യാസമില്ല. ഇവിടെ തൊട്ട് ഇവിടം വരെ ആകെ ഒരു ഫോഴ്സ് ഉള്ളൂ, പി എ ബൈ എൽ. ദാറ്റ് വിൽ ടെൻഡ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ടു മൂവ് അപ്വേർഡ്സ്. അതുകൊണ്ട് നെഗറ്റീവ് ഷിയർ ആണ്. സോ റൈറ്റിലോട്ട് ഏത് പോയിന്റ് എടുത്താലും അവിടെ മൈനസ് പി എ ബൈ എൽ ആയിരിക്കും നമ്മുടെ ഷിയർ എന്ന് പറയുന്നു. സോ രണ്ട് പോയിന്റ് കിട്ടി, അത് വെച്ച് നമുക്ക് ഷിയർ ഫോഴ്സ് വരയ്ക്കാം. സോ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0, ഇറ്റ് ഈസ് പി എ ബൈ എൽ. നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ താഴോട്ട് വരയ്ക്കുന്നു. ഓക്കെ, പി എ ബൈ എൽ ആണ്, നെഗറ്റീവ് ആയതുകൊണ്ട് താഴോട്ട് വരയ്ക്കുന്നു. നൗ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ബി. എക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ പോയിന്റ് സി തന്നെയാണ്. അത് ഇതേ പോയിന്റിൽ യു ഹാവ് അനദർ നെഗറ്റീവ് ഷിയർ വിച്ച് ഈസ് പി എ ബൈ എൽ. സോ ഈ പോയിന്റിൽ പി എ ബൈ എൽ താഴോട്ട്, നെഗറ്റീവ് ആയതുകൊണ്ട് താഴോട്ട് വരയ്ക്കുന്നു. പോസിറ്റീവ് ആയതുകൊണ്ട് നേരത്തെ മേലോട്ട് വരച്ചു. അതുപോലെ ഇതേ പോയിന്റിൽ വേറൊരു ഷിയർ ഉണ്ട് ഡ്യൂ ടു ദ റൈറ്റ് സൈഡ്. അത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ താഴോട്ട് വരയ്ക്കുന്നു. ദെൻ രണ്ടും ഒരേ വാല്യൂ അല്ലേ, പി എ ബൈ എൽ, പി എ ബൈ എൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ബീമിന്റെ എ തൊട്ട് സി വരെ, പി എന്ന് പറയുന്ന പോയിന്റ് ലോഡ് വരെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ പി ബി ബൈ എൽ ആണ്. ആ പി കഴിഞ്ഞു കഴിഞ്ഞാൽ, പി എന്ന് പറഞ്ഞ ലോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ പി എ ബൈ എൽ ആണ്. ഇനി നോക്കുക, സാധാരണഗതിയിൽ ഒരു പോയിന്റ് ലോഡ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് ലോഡിന്റെ താഴെ ഇങ്ങനെ ഒരു ജമ്പ് ഉണ്ടാവും. കണ്ടോ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നിട്ട് ഇങ്ങനെ ഒരു ചാട്ടം കണ്ടില്ലേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ചാട്ടം ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ പോയി അല്ലെ. ഈ ചാട്ടം എപ്പോഴും ഒരു പി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ചാട്ടം ഉണ്ടാവും. അവിടുത്തെ വാല്യൂസ് ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ കിട്ടാൻ പോകുന്നത് ഈ പി എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ, പി ബി ബൈ എൽ പ്ലസ് പി എ ബൈ എൽ അല്ലെ. പി ഇൻറ്റു എ പ്ലസ് ബി ബൈ എൽ. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത്. സോ പി ഇൻറ്റു എൽ ബൈ എൽ ഇസ് നത്തിങ് ബട്ട് പി. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ടോട്ടൽ വാല്യൂ ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണിത്. എവിടെയെങ്കിലും ഒരു പോയിന്റ് ലോഡ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ സപ്പോസ് ഇവിടെയും ഒരു പി ബി ബൈ എൽ ഉണ്ടല്ലേ. സോ റിയാക്ഷൻ പി ബി ബൈ എൽ ആണ്. അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഇവിടെ വേണ്ടത് പി ബി ബൈ എൽ തന്നെ ആയിരിക്കും. അതുപോലെ ഇവിടെ പി എ ബൈ എൽ ആണ്. ഇപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഇവിടെ വേണ്ടത് പി എ ബൈ എൽ. സൈൻ മാറ്റേഴ്സ്. ഇവിടെ സെന്ററിൽ പി ഉണ്ട്. whenever there is a point load, there will be a vertical straight line like this.
സോ ഇവിടെ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ്, നിങ്ങൾക്ക് ഒരു വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ കാണാം. ഇവിടെ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ്, ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ കാണാം. ഇവിടെ പി എന്ന് പറഞ്ഞ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ്, ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ കാണാം. സോ ആ പോയിന്റിലെ ഫോഴ്സസ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ ആ ബീമിൽ അവിടെ എത്ര ലോഡ് ആക്ട് ചെയ്യുന്നു ആ പോയിന്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ടെക്നിക്കാണ്. സോ ടോട്ടൽ ചെക്ക് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുക. ഇതിൽ വ്യത്യാസം നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ റിയാക്ഷൻ കണ്ടുപിടിക്കണം, അതിനുശേഷം നമ്മൾ രണ്ട് സെക്ഷൻ കൺസിഡർ ചെയ്യും. കാരണം ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്, ആ ലോഡ് ബീമിനെ രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. സോ ഒരു സൈഡിലുള്ള ഫോഴ്സ് അല്ല മറ്റേ സൈഡിലുണ്ടാവും. ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിട്ടല്ല പോകുന്നത്, രണ്ട് സൈഡിലും ഫോഴ്സ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഷിയർ ഫോഴ്സ് ഡയഗ്രം. നെക്സ്റ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം അല്ലേ? സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോഡ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് സെക്ഷൻ തന്നെ എടുക്കണം. സോ പോർഷൻ എ സി ആദ്യം കൺസിഡർ ചെയ്യുന്നു. പോർഷൻ എ സിയിലെ നമ്മൾ നേരത്തെ കണ്ട ഫിഗർ അതേപോലെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എടുത്ത അതേ സെക്ഷൻ എടുക്കുന്നു, എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുന്നു. സോ വാട്ട് വിൽ ബി ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എക്സ്? ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എക്സ്? നോക്കിക്കേ, ഓൺലി ഒരു ഫോഴ്സേ ഉള്ളൂ, പി ബി ബൈ എൽ എ ഉള്ളൂ. ഇതാണ് നമ്മുടെ സെക്ഷൻ. സോ പി ബി ബൈ എൽ ഇൻറ്റു എക്സ് അല്ലെ? പി ബി ബൈ എൽ ഇൻറ്റു എക്സ് ആണ് അവിടുത്തെ മൊമെന്റ് എന്ന് പറയുന്നത്. പി ബി ബൈ എൽ ഇൻറ്റു എക്സ് ആണ് അവിടുത്തെ മൊമെന്റ്. ഓക്കെ, പി ബി ബൈ എൽ എടുത്തു, ഇൻറ്റു എക്സ് ചെയ്താൽ നമുക്ക് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് കിട്ടി. ഇനി ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ നമുക്കറിയണം. ബെൻഡിങ് മൊമെന്റ് പോസിറ്റീവോ നെഗറ്റീവോ നമ്മൾ പറയുന്നത് എന്താ? ബീം സാഗിങ് ആണോ ഹോഗിങ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ ജസ്റ്റ് നിങ്ങളൊരു രണ്ട് സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു സ്കെയിൽ വെച്ചു എന്ന് വിചാരിക്കാം. എന്നിട്ട് എന്തെങ്കിലും ഒരു ലോഡ് അതിന്റെ നടുക്ക് വെച്ചു. രണ്ട് സ്റ്റീൽ ഗ്ലാസ് എടുക്കുക, അതിന്റെ മുകളിൽ നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് സ്കെയിൽ വെച്ചു, എന്നിട്ട് അതിന്റെ മുകളിലൊരു ലോഡ് വെക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? അതിന്റെ നടുക്കുന്ന് ഇങ്ങനെ വളയും അല്ലെ? എങ്ങനെയാ വളയാ? നോക്കിക്കേ, ഈ ഒരു ഫാഷനിലല്ലേ വളയാ? നമ്മളൊരു പോർഷൻ മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ. സോ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കർവാ വരിക അല്ലെ? ഇനി ഇവിടെ ഈ പോർഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ പി ബി ബൈ എൽ എന്ന് പറഞ്ഞൊരു ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്, അത് ഇതിനെ സാഗ് ചെയ്ത് വളയ്ക്കും. ഓക്കെ, സാഗ് ചെയ്ത് വളയ്ക്കും. എളുപ്പത്തിൽ ഓർത്തിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ സ്കെയില് പോലെ എന്തെങ്കിലും ഒരു സാധനത്തിൽ നടുക്ക് ലോഡ് അപ്ലൈ ചെയ്താൽ അത് വളയുന്ന എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. സോ ഇറ്റ് ഈസ് എ സാഗിങ്. സോറി, ഇവിടെ ഒരു തെറ്റുണ്ട്. ഓക്കെ, സോ ഇവിടെ മൊമെന്റ് സാഗിങ് ആണ്. സാഗിങ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ് അല്ലെ? ചിരിക്കുന്ന സ്മൈലിന്റെ ഷേപ്പിലാണ് പോകുന്നത്. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് മൊമെന്റ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് വളയുന്നത് ഇങ്ങനെയാണ്, സാഗ് ചെയ്തിട്ടാണ് വളയുക. സോ യു ഹാവ് ദ പോസിറ്റീവ് മൊമെന്റ് ഓവർ ദ. അടുത്തത് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഓൾ അവർ സൈലന്റ് പോയിന്റ്സ് കണ്ടുപിടിക്കണം അല്ലെ? നമ്മൾ എക്സ് എക്സ് എന്ന് പറഞ്ഞ ആക്സിസിലുള്ള ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പോയിന്റ്സിലുള്ള ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. നമ്മുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ എക്സ് ഇസ് ഇക്വൽ ടു 0, അതായത് പോയിന്റ് എ. എക്സ് ഇസ് ഇക്വൽ ടു 0 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ എക്സിന്റെ ഇക്വേഷനിൽ പി ബി ബൈ എൽ ഇൻറ്റു എക്സ് എന്ന ഇക്വേഷനിൽ എക്സിന് പകരം 0 കൊടുക്കുക അല്ലെ? സോ യു ഗോട്ട് 0. ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഈസ് ഇക്വൽ ടു 0 ഈസ് നത്തിങ് ബട്ട് 0. നൗ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഈസ് ഇക്വൽ ടു എ. എക്സ് ഈസ് ഇക്വൽ ടു എ എന്ന് പറഞ്ഞാൽ പോയിന്റ് സി. പോയിന്റ് സിയിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് എ കൊടുക്കുക. സോ പി ബി ബൈ എൽ ഇൻറ്റു എ വിച്ച് ഇസ് നത്തിങ് ബട്ട് പി എ ബി ബൈ എൽ. മനസ്സിലായല്ലോ? ജസ്റ്റ് ഈ ഇക്വേഷനിൽ എക്സിന് പകരം 0 കൊടുക്കുക, എക്സിന് പകരം എ കൊടുക്കുക. യു വിൽ ഗെറ്റ് ദ വാല്യൂസ്. ഇനി നമുക്ക് ഇതൊന്ന് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് നമ്മൾ ജോയിൻ ചെയ്യേണ്ട ലൈൻ എന്താണെന്ന് അറിയണം. ഇവിടെ എക്സ് ആണ് അല്ലെ? എക്സിന്റെ പവർ 1 ആണ്. എക്സിന്റെ പവർ 1 ആണെങ്കിൽ നമ്മൾ ഏത് കർവാ വേണ്ടേ? സ്ട്രെയിറ്റ് ലൈൻ ആണ് വേണ്ടത്. ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമ്മൾ വരയ്ക്കുക. സോ ജോയിൻ ബൈ സ്ട്രെയിറ്റ് ലൈൻ. എക്സിന്റെ പവർ 1 ആണെങ്കിൽ ഇറ്റ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻ എന്ന് നമുക്കറിയാം. സോ നമുക്ക് രണ്ട് പോയിന്റ് എടുത്തു, വരച്ചു. സോ ഫസ്റ്റ് എക്സ് ഈസ് ഇക്വൽ ടു 0 ബെൻഡിങ് മൊമെന്റ് 0 ആണ്. എക്സ് ഈസ് ഇക്വൽ ടു
എ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ പോയിന്റ് സിയിലെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ പി എ ബി ബൈ എൽ ആണ്. വി വിൽ ജോയിൻ ദീസ് ടു പോയിന്റ്സ് ബൈ എ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ അല്ലേ. സോ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. അടുത്ത് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് പോവാം. വി വിൽ ടേക്ക് പോർഷൻ ബി സി. പോർഷൻ ബി സി എടുത്തു. പോർഷൻ ബി സിയിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നു. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് മൊത്തത്തിൽ മറന്നു. ഇവിടെ എന്താ ഫോഴ്സ് ഉള്ളത്? പി എ ബൈ എൽ ഉണ്ട്. ദാറ്റ് ഈസ് ആക്ടിങ് ദിസ് വേ. സോ പി എ ബൈ എൽ ഇൻറ്റു എക്സ്, പി എ ബൈ എൽ ഇൻറ്റു എക്സ് ആണ് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ്. സോ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ? ഇതേപോലെ ഞാൻ പറഞ്ഞു, ആ ബീം വളയുന്നത് സാഗിങ് ഡയറക്ഷനിലാക്കുകയും ഇത് സാഗിങ് മൊമെന്റ് തന്നെയാണ്. ഈ ഒരു പോർഷൻ മാത്രം എടുത്താൽ ഇവിടെ നമുക്കറിയാം ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്. ആ ബീമിനെ വളയ്ക്കാൻ സാധ്യത എങ്ങനെയാണ്? ഇങ്ങനെ ആയിരിക്കും. ഈ ബീമിനെ ഈ മൊമെന്റ് എങ്ങനെ വളയ്ക്കും? ഇങ്ങനെ വളയ്ക്കും. സോ ഇതിന്റെ ഷേപ്പ് എന്താണ്? ചിരിക്കുന്ന ഷേപ്പാണ്. സോ ഇറ്റ് ഈസ് എ സാഗിങ് മൊമെന്റ്, ഹെൻസ് ദ വാല്യൂ ഈസ് പോസിറ്റീവ്. സോ ബെൻഡിങ് മൊമെന്റ് രണ്ട് പോർഷൻ എടുത്താലും പോസിറ്റീവ് ആണ്. ഇനി നമ്മുടെ പോയിന്റ്സിൽ കണ്ടുപിടിക്കണം. പോയിന്റ്സിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. എക്സ് 0 ആകുമ്പോൾ ഈ ഇക്വേഷനിലെ എക്സിന് പകരം 0 കൊടുക്കുക. എക്സ് 0 ആവുക എന്ന് പറഞ്ഞാൽ പോയിന്റ് ബി, ദാറ്റ് ഈസ് പി എ ബൈ എൽ ഇൻറ്റു 0, നത്തിങ് ബട്ട് 0. നൗ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ബി. ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി substituting b instead of x, you will get same PAB by L. So bending moment at point C is PA by L. Bending moment at B is 0. Again variation എന്താ? x ആണല്ലേ, ലീനിയർ ആണ്. സോ x raised to 1 ആണ്. സോ ലീനിയർ വേരിയേഷൻ ആണ്, joined by a straight line. സോ 0 ആണ് ഇവിടെ. ഇവിടെ PA by L ആണ്. നമ്മൾ സ്ട്രേറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുന്നു. ആൻഡ് ദ മൊമെന്റ് ഈസ് സാഗിങ്, therefore it is positive. This is your bending moment diagram. So ഇങ്ങനെയാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് ലോഡ് തന്നാൽ അതിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും വരയ്ക്കാം. എന്ത് ചെയ്യേണ്ട? ഡിഫറൻസ് രണ്ടെണ്ണമാണ്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ പോയിന്റ് ലോഡ് ഈ ബീമിനെ രണ്ടായിട്ട് പാർട്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ നമുക്ക് എന്ത് വേണം? രണ്ട് സെക്ഷൻസ് കൺസിഡർ ചെയ്യണം. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിന് സിമിലർ ആണ്. സോ ഈ രണ്ട് ഡിഫറൻസ് ഓർത്തിരിക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ യു ഹാവ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL ത്രൂ ഔട്ട് ദ സ്പാൻ. സോ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, അതിൽ ത്രൂ ഔട്ട് ആയിട്ട് ഒരു UDL ഓഫ് ഇന്റൻസിറ്റി W ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുക. സോ ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഏത് സൈഡിൽ എടുത്താലും രണ്ട് സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ടാവും. റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ഇതിന്റെ റിയാക്ഷൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. സോ വി നോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സിഗ്മ കാൽക്കുലേറ്റ് ദ സപ്പോർട്ട് റിയാക്ഷൻ. സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ RA പ്ലസ് RB ഈസ് ഈക്വൽ ടു WL അല്ലെ. WL എന്ന് പറഞ്ഞാൽ എന്താ? ഈ UDLന്റെ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് അറ്റ് ബിറ്റ് W ഇൻറ്റു L കിട്ടി. സോ യുവർ RA പ്ലസ് RB ഈസ് ഈക്വൽ ടു 1. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ മൊമെന്റ് ടു ബി കാൽക്കുലേറ്റ് ചെയ്യുക. സിഗ്മ MB ഈസ് ഈക്വൽ ടു 0. അത് ചെയ്ത് കഴിയുമ്പോൾ RA ഇൻറ്റു L ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ്. WL ഇൻറ്റു L ബൈ 2 ദറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. സോ RA ഇൻറ്റു L മൈനസ് WL ഇൻറ്റു L ബൈ 2 ഈസ് ഈക്വൽ ടു 0. യു ഗെറ്റ് RA ഈസ് ഈക്വൽ ടു WL ബൈ 2. സോ RA എന്ന് പറഞ്ഞാൽ WL ബൈ 2 ആണ്. ഇനി 2 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് RB ഈസ് ഈക്വൽ ടു WL ബൈ 2. സോ ഇങ്ങനെ ഡീറ്റെയിൽ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം എന്നല്ല. നമ്മൾ അന്നത്തെ ഫസ്റ്റ് മൊഡ്യൂളിലെ ക്ലാസ് പറഞ്ഞപ്പോൾ പറഞ്ഞു ബീം സിമെട്രിക് ആണ്, സപ്പോർട്ടിലെ റിയാക്ഷൻസ് സെയിം ആണ്, ലോഡ് സെയിം ആണെങ്കിൽ സിമെട്രിക് ബീം ആണെങ്കിൽ മുകളിൽ ആക്ട് ചെയ്യുന്ന ലോഡിന്റെ നേരെ പകുതി ആയിരിക്കും രണ്ട് സൈഡിലോട്ടും ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ. സോ WL എന്ന് പറഞ്ഞതാണ് ടോട്ടൽ ലോഡ് ആക്ടിങ് അറ്റ് സെന്റർ. W ഇൻറ്റു L, WL ആക്ട് ചെയ്യുന്നു സെന്ററിൽ. സോ രണ്ട് സപ്പോർട്ടുള്ള റിയാക്ഷൻ എന്തായിരിക്കും? WL ബൈ 2. സോ അപ്പൊ നമുക്കൊരു സിംഗിൾ സ്റ്റെപ്പിലും ഇത് എഴുതാൻ പറ്റും. സോ റിയാക്ഷൻ ക്യാൻ ഈസിലി ബി ഫൗണ്ട് ഔട്ട് ബൈ സിമെട്രി ആസ് വെൽ. സോ സിമെട്രിക് ആണെങ്കിൽ സെക്ഷൻ സിമെട്രിക് എന്ന് പറഞ്ഞാൽ ലോഡിങ് സെയിം ആയിരിക്കണം, സപ്പോർട്ട് റിയാക്ഷൻസ് സെയിം ആയിരിക്കണം. സപ്പോർട്ട് റിയാക്ഷൻ സെയിം ആണെന്ന് വിചാരിച്ചാൽ ഒരു സൈഡിൽ ഫിക്സഡും ഒരു സൈഡിൽ ഹിഞ്ചും വരാൻ പാടില്ല. ഫിക്സഡ് ആണെങ്കിൽ മൊമെന്റ് ഉണ്ടാവും അല്ലേ. ഇവിടെ രണ്ട് സൈഡിലും വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. മുകളിൽ ഒരേ ലോഡാണ്, ഒരേ ഇന്റൻസിറ്റി ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സിമെട്രിക് ബീം. അപ്പൊ അതിന്റെ സിമെട്രിക് ബീമിൽ WL ആണ് ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് അല്ലെ. WL എന്ന് പറയുന്നതാണ് ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് ആക്ടിങ് അറ്റ് ദ സെന്റർ. സോ അതിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ട് സപ്പോർട്ടിലോട്ട് ഈക്വൽ ആയിട്ടായിരിക്കും. WL ബൈ 2 എന്ന് നമുക്ക് നേരെയും എഴുതാം.
സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ നേരത്തെ ചെയ്തതുകൊണ്ട്. അടുത്ത സ്റ്റെപ്പ് ഡ്രോയിങ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലേ. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെക്ഷൻ എടുക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ 2 സെക്ഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഒരു സെയിം ലോഡ് മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലെ. നേരത്തെ പി എന്ന് പറഞ്ഞൊരു ലോഡ് ഉള്ളത് കൊണ്ടാണ് ആ ബീമിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നത്. ഇവിടെ ഡബ്ല്യു ത്രൂ ഔട്ട് സെയിം ആണ്. ഇപ്പൊ ഏത് പോയിന്റ് എടുത്താലും ഡബ്ല്യു ത്രൂ ഔട്ട് സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു സിംഗിൾ സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ഐ ആം കൺസിഡറിങ് ദാറ്റ് സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ. ഓക്കെ. സോ ഞാൻ ഇവിടെ നിന്ന് എടുത്തു എന്ന് വിചാരിക്കാം. സപ്പോസ് നേരത്തെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും എനിക്ക് ഇവിടെ ഒരു WL/2ഉം WX മാത്രമേ ഉണ്ടാവുള്ളൂ. സപ്പോസ് ഇവിടെ നിന്ന് ഒരു സെക്ഷൻ എടുത്താൽ ഇവിടെയും WL/2ഉം WX ഉണ്ടാവുള്ളൂ. ലോഡിന് വ്യത്യാസമില്ല. നേരത്തെ ആ കേസ് ആയിരുന്നില്ല. ഒരു സ്ഥലത്ത് PA/L ആണ്, ഒരു സ്ഥലത്ത് PB/L ആണ്, നടുക്കൊരു PU ഉണ്ട്. സോ ആ സ്പാനിനെ 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ അതിന്റെ ആവശ്യമില്ല എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സോ എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുന്നു. എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എടുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്ന് എടുക്കുക, ദാറ്റ് ഈസ് യുവർ ചോയ്സ്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് എടുക്കുന്നു. സെക്ഷൻ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. സോ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഈ സെക്ഷൻ എക്സിലുള്ള ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതണം. ഓക്കെ. ഫോർമുലേറ്റ് ഇക്വേഷൻ ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ XX. സോ വാട്ട് ഈസ് ഷിയർ ഫോഴ്സ്? ഇവിടുത്തെ ഷിയർ ഫോഴ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പുറത്തെ ഭാഗം മൊത്തം മറിച്ച് കളയാം. ഇപ്പുറത്തെ ഭാഗം മറിച്ച് കളഞ്ഞാൽ 2 ഫോഴ്സസ് ആണ് അവിടെ ഉള്ളത്. ഒന്ന് WL/2, ദ റിയാക്ഷൻ ആക്ടിങ് അപ്വേർഡ്സ്. അടുത്തത് W ഇൻറ്റു എക്സ് അല്ലെ. ഈ ഒരു UDLന്റെ ഇന്റൻസിറ്റി W ആണ്, അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ് ആണ്. സോ ദർ ഈസ് എ WX ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. സോ WX താഴോട്ടുണ്ട്, WL/2 മേലോട്ടുണ്ട്. സോ യുവർ ഷിയർ ഫോഴ്സ് വിൽ ബി WL/2 മൈനസ് WX. മനസ്സിലായല്ലോ? WL/2 മേലോട്ട്, WX താഴോട്ട്. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തിലെ റിസൾട്ടന്റ് ഫോഴ്സ് ആണ് അല്ലെ. റിസൾട്ടന്റ് വെർട്ടിക്കൽ ഫോഴ്സ് കൺസിഡറിങ് ദ ലെഫ്റ്റ് സൈഡ് ഓൺലി. അപ്പോൾ WL/2 മേലോട്ട് ആക്ട് ചെയ്യുന്നു, WX താഴോട്ട് ആക്ട് ചെയ്യുന്നു. അതാണ് നമ്മുടെ അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഷിയർ ഫോഴ്സ് കിട്ടി. ഇനി ഷിയർ ഫോഴ്സിന്റെ സൈൻ നമുക്ക് അറിയണം. ഷിയർ ഫോഴ്സിന്റെ സൈൻ അറിയാൻ ഇവിടെ ഈ സെക്ഷൻ എടുത്താൽ നമുക്ക് ഇവിടെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ നേരത്തെ പോലെ റൈറ്റ് ഹാൻഡ് അപ്പ് നെഗറ്റീവ് ഡയറക്റ്റ് ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല. നമ്മൾ 2 പോയിന്റ്സ് എടുത്ത് അത് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയും. സോ ഈ ഇക്വേഷൻ എഴുതിയപ്പോൾ ഇത്ര ഓർത്ത് വരിക, അപ്വേർഡ് ഫോഴ്സസ് ആണ് നമ്മൾ പോസിറ്റീവ് എടുത്തത്. സോ WL/2 അപ്വേർഡ് ആണ്, അതുകൊണ്ട് അതിനെ നമ്മൾ പോസിറ്റീവ് എടുക്കുന്നു. ഓക്കെ. ഇവിടെ റൈറ്റ് അപ്പ് നെഗറ്റീവ് എടുക്കുന്നില്ല, പക്ഷെ കൺസെപ്റ്റ് അതാണ്. ഇവിടെ ഞാൻ പറയാത്തതിന്റെ കാരണം കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സോ ഷിയർ ഫോഴ്സ് അറ്റ് XX WL/2 മൈനസ് WX ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ. അടുത്തത് കാൽക്കുലേറ്റ് ഷിയർ ഫോഴ്സ് അറ്റ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കാൽക്കുലേറ്റ് ഷിയർ ഫോഴ്സ് അറ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ ഷിയർ ഫോഴ്സ് അറ്റ് X is equal to 0. X 0 ആവുന്ന എന്താ? പോയിന്റ് A. സോ അറ്റ് X is equal to 0 ഷിയർ ഫോഴ്സ് ഈസ് WL/2. ഈ ഇക്വേഷനിൽ എക്സിന് പകരം 0 കൊടുക്കുക. അപ്പൊ രണ്ടാമത്തെ ടേം 0 ആയിപ്പോയി. വാട്ട് യു ഹാവ് റെസ്റ്റ് ഈസ് WL/2. സോ ഷിയർ ഫോഴ്സ് അറ്റ് X is equal to 0 ഈസ് യുവർ WL/2. ഇനി ഒരു UDL ആണെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് എക്സ്ട്രാ കൺസിഡർ ചെയ്യണം. ആ പോയിന്റ് ഏതാന്ന് വെച്ചാൽ ഈ UDLന്റെ കറക്റ്റ് സെന്റർ. UDLന്റെ കറക്റ്റ് സെന്ററിൽ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ നെക്സ്റ്റ് അവർ പോയിന്റ് ഈസ് ഷിയർ ഫോഴ്സ് അറ്റ് X is equal to L/2. ഏതൊരു UDL ഉണ്ടെങ്കിൽ ആ UDLന്റെ സെന്റർ പോയിന്റിൽ നമ്മൾ എപ്പോഴും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. സോ X is equal to L/2 ഈസ് ദ സെന്റർ ഓഫ് ദിസ് ബീം. അപ്പൊ എന്ത് ചെയ്യുക? എക്സിന് വരെ L/2 ചെയ്യുക. WL/2 മൈനസ് WL/2 എന്ന് വരും അല്ലെ. എക്സിന് വരെ L/2 കൊടുത്താൽ WL/2 മൈനസ് WL/2 ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 0. ഓക്കെ. സോ ഷിയർ ഫോഴ്സ് അറ്റ് സെന്റർ ഈസ് 0. ഷിയർ ഫോഴ്സ് അറ്റ് ലെഫ്റ്റ് എൻഡ് ഈസ് WL/2. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് X is equal to L. ഷിയർ ഫോഴ്സ് അറ്റ് X is equal to L എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് B. ഈ പോയിന്റ് X is equal to L എന്ന് പറഞ്ഞാൽ പോയിന്റ് B. അവിടുത്തെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സിന് പകരം L കൊടുക്കുക. സോ WL/2 മൈനസ് WL. WL/2 മൈനസ് WL എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് WL/2. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൈൻ കൊടുക്കാത്തത്. സോറി. അപ്പോ ഷിയർ ഫോഴ്സ് സെന്ററിന്റെ റൈറ്റ് സൈഡിലോട്ട്, സോറി ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ പോസിറ്റീവും, സെന്ററിന്റെ റൈറ്റ് സൈഡിലോട്ട്, സോറി ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ പോസിറ്റീവും, റൈറ്റ് സൈഡിലോട്ട് പോയാൽ നെഗറ്റീവാ വരാം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ ടോട്ടൽ ലോഡിന്റെ പകുതിയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് അല്ലേ.
സോ സെന്ററിന്റെ മുന്നോട്ട് ഇപ്പോൾ ഏത് സെക്ഷൻ എടുത്താലും ഇവിടെ പകുതിയാണല്ലോ ഉള്ളത്, ടോട്ടൽ ലോഡിന്റെ പകുതി ഇവിടെ ഉണ്ട്. അപ്പൊ ഈ സെന്റർ എടുത്തു, സെന്ററിന്റെ ഇപ്പുറത്തോട്ട് ഏതൊരു സെക്ഷൻ എടുത്താലും ഈ വാല്യൂവിനേക്കാളും കുറഞ്ഞ വാല്യൂ ആയിരിക്കുമല്ലോ മേലെ ഉണ്ടാവുക. മനസ്സിലായോ? സെന്ററിലാണ് WL ആക്ട് ചെയ്യുക. മനസ്സിലായല്ലോ? ആ WLന്റെ പകുതിയാണ് ഇപ്പുറത്തെ സൈഡിൽ, പകുതിയാണ് ഇപ്പുറത്തെ സൈഡിൽ റിയാക്ഷൻ ആയിട്ട് വരുന്നത്. സോ ഞാൻ ഈ ഒരു പോയിന്റ് എടുത്തു, ആ സെന്ററിന്റെ ഇപ്പുറത്തോട്ട് ഏത് പോയിന്റ് എടുത്താലും ഈ സെന്റർ വരെയുള്ള ലോഡ് WL/2 ആയിരിക്കുമല്ലോ, അല്ലെ? WL/2 ആയിരിക്കും സെന്റർ വരെയുള്ള ലോഡ്. സോ ഇതിന്റെ ഇപ്പുറത്തോട്ട് ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഈ WL/2നേക്കാളും കുറഞ്ഞ വാല്യൂ ആയിരിക്കും WX ആയിട്ട് വരിക. നോക്കിക്കേ, അല്ലെ? ഈ സെന്ററിന്റെ ഇപ്പുറത്തോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഏതൊരു വാല്യൂ എടുത്താലും WL/2നേക്കാൾ കുറഞ്ഞ വാല്യൂ ആയിരിക്കും മേലെ WX വരിക. സോ WL/2 മൈനസ് WX എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്സ്, അല്ലെ? ലെഫ്റ്റ് സൈഡ് ഈസ് ഗോയിങ് അപ്പ്, ലെഫ്റ്റ് സൈഡ് വിൽ ഗോ അപ്പ്. ഇങ്ങോട്ടുള്ള ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. ലെഫ്റ്റ് സൈഡ് മുകളിലോട്ട് പോവാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ഷിയർ. ഇനി അതല്ല, ഈ സെന്ററിന്റെ ഇപ്പുറത്തോട്ട് ഏത് പോയിന്റ് വന്നാലും സെന്ററിൽ എത്തിയാൽ എന്തായി? WL ആയി. WL/2 മൈനസ് WL എന്ന് പറഞ്ഞാൽ എന്തായി? മേലത്തെ ലോഡ് ഈ WL/2 ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ L/2 ആണ് ഡിസ്റ്റൻസ്, WX എന്നുള്ളത് WL/2 ആയി. WL/2 മൈനസ് WL2 0 ആയി, അല്ലെ? സെന്റർ പോയിന്റിൽ 0 ആയി. ഇനി സെന്റർ കഴിഞ്ഞ ഏതൊരു പോയിന്റ് എടുത്താൽ എന്താ സംഭവിക്കുക? അതിനേക്കാൾ കൂടുതൽ താഴത്തെ ഈ റിയാക്ഷനേക്കാൾ കൂടുതൽ ഉള്ള ഫോഴ്സ് മേലെ നിന്ന് വരുന്നുണ്ട്, അല്ലെ? WL/2 എത്തിക്കഴിഞ്ഞപ്പോൾ അത് 0 ആയി. സെന്റർ എത്തിയപ്പോൾ മേലെ നിന്ന് വരുന്ന ഫോഴ്സ് 0 ആയി. സെന്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ X എന്ന് പറയുന്ന L/2നേക്കാളും കൂടുതലാണ്, അല്ലെ? അപ്പൊ ഈ WL/2നേക്കാളും കൂടുതൽ വാല്യൂ ആയിരിക്കും മേലെ നിന്ന് വരുന്നത്. അതിന്റെ അർത്ഥം എന്താ? റൈറ്റ് സൈഡ് വിൽ ബി ഗോയിങ് ഡൗൺ. സോ മേലെ നിന്ന് വരുന്ന ഫോഴ്സ് ആണ് കൂടുതൽ, അത് താഴോട്ട് പോകുന്നു. സോ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഇവിടെയും നമ്മൾ ആ കൺസെപ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എഴുതാത്തതിന്റെ കാരണം ഇതാ പറഞ്ഞത്, ആ ഷിയർ ഫോഴ്സ് ലോഡിങ്ങിന് വേരിയേഷൻ വരുന്നുണ്ട്. താഴെ നിന്ന് വരുന്ന ലോഡും മേലെ നിന്ന് വരുന്ന ലോഡിനും വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് നമ്മളിവിടെ റൈറ്റ് അപ്പ് നെഗറ്റീവ് എന്നോ റൈറ്റ് അപ്പ് പോസിറ്റീവ് എന്നൊന്നും എഴുതാത്തത്. പക്ഷേ ഈ ഇക്വേഷനിൽ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ സൈൻ കിട്ടിയിട്ടുണ്ട്. സോ WL/2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഷിയർ ആണ്. 0 ആവുന്നു നടുക്ക്, 0ക്ക് ശേഷം ഷിയർ നെഗറ്റീവ് ആവുന്നു. ഈ 3 പോയിന്റ് വെച്ച് നമുക്കൊന്ന് ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാം. സോ ഞാൻ ബേസ് ലൈൻ വരച്ചു. സോ നമ്മുടെ ഒന്ന് X is equal to 0 ആണെങ്കിൽ WL/2 ആയിരിക്കും. X L/2 ആകുമ്പോൾ, അതായത് സെന്റർ ആണെങ്കിൽ 0 ആയിരിക്കും. അടുത്തത് X L ആവുമ്പോൾ മൈനസ് WL/2 ആവും. മൈനസ് WL/2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴോട്ട്. സോ ഇറ്റ് ഈസ് WL/2. ഇവിടെ WL/2, ഇവിടെ WL/2, ഇവിടെ 0. ഇനി നമുക്കറിയാം ഈക്വേഷനിൽ ഒരു എക്സേ ഉള്ളൂ, അല്ലെ? WL/2 മൈനസ് WX, X raised to 1. സോ ദിറ്റ് ഷുഡ് ബി എ സ്ട്രൈറ്റ് ലൈൻ. X raised to 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുന്നു. ഈ ഒരു പോർഷനിൽ പോസിറ്റീവ് ഷിയർ ആണ്, ഈ ഒരു പോർഷനിൽ നെഗറ്റീവ് ഷിയർ ആണ്. ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രം. മനസ്സിലായല്ലോ? ജസ്റ്റ് സെക്ഷൻ എടുത്തു. ഇവിടെ 2 സെക്ഷൻ എടുക്കേണ്ട കാര്യമില്ല. ലോഡ് ത്രൂ ഔട്ട് സെയിം ആയതുകൊണ്ട് നമ്മൾ ഒറ്റ സെക്ഷൻ എടുക്കുന്നു. ദെൻ വി ആർ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂസ്. യു വിൽ ഗെറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്. അടുത്ത് നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാൻ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫോർമുലേറ്റ് ഇക്വേഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ XX. നമ്മളിപ്പോൾ വരച്ച അതേ സെക്ഷൻ എടുക്കുന്നു. സോ ഈ സെക്ഷൻ എടുത്തു, അതിന്റെ റൈറ്റ് സൈഡ് മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ട് മറന്നു. എന്നിട്ട് ആ XX എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നു. വാട്ട് ഈസ് ബെൻഡിങ് മൊമെന്റ്? ഇറ്റ് ഈസ് ദ റിസൾട്ടന്റ് മൊമെന്റ് ആക്ടിങ് അറ്റ് ദിസ് സെക്ഷൻ കൺസിഡറിങ് ഓൺലി വൺ സൈഡ്, അല്ലെ? നമ്മൾ ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്ത് ഈ ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് മൊമെന്റ് ആണ് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ബെൻഡിങ് മൊമെന്റ് ഹിയർ? 2 ഫോഴ്സ് ഉണ്ട്, WL/2 ഉണ്ട്. WL/2 ആക്ടിങ് അറ്റ് ഡിസ്റ്റൻസ് X. സോ WL/2 into X. ഈ XX സെക്ഷനിലോട്ടാണ് നമ്മൾ മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. സോ WL/2 into X ഒന്നാമത്തെ മൊമെന്റ്. രണ്ടാമത്തെ മൊമെന്റ് ഈസ് ഡ്യൂ ടു ദിസ് UDL, അല്ലെ? മേലത്തെ ഇത്രയും പോർഷനിൽ UDL കൊണ്ടാണ്. ദാറ്റ് ഈസ് മൈനസ് WX ആണ് ലോഡ്, W into X ആണ് ലോഡ് ആക്ടിങ് അറ്റ് X/2. സോ WL/2 into X ഡിസ്റ്റൻസ്. രണ്ടാമത്തെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ WX ലോഡ് ആക്ടിങ് അറ്റ് X/2. സോ WX into X/2. ഇതിൽ WL/2 into X എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. WX into X/2 എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ടാണ് WL/2X മൈനസ് WX into X/2 എന്ന് ഞാൻ എഴുതിയത്. സോ ഇവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് കൺസിഡർ ചെയ്യണം. സോ ദ റിസൾട്ടന്റ് ബെൻഡിങ് മൊമെന്റ് ഈസ് നത്തിങ് ബട്ട് WLX/2 മൈനസ് WX²/2. ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റിന്റെ
ഇക്വേഷൻ. സോ ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേംസ് ആണ്. സോ എക്സ് സ്ക്വയറിന്റെ ടേം ആണെങ്കിൽ നമുക്ക് ഇതൊരു പാരാബോളയാണ് വരിക, നമുക്കറിയാം. സോ പാരാബോളിക് കർവ് ആയിരിക്കും നമ്മൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുക. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എക്സ് ഡബ്ല്യു എൽ എക്സ് മൈനസ് 2 മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എക്സ് കിട്ടി. ഇനി നമുക്ക് സൈൻ വേണം അല്ലേ? ഈ ബെൻഡിങ് മൊമെന്റ് എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്കെയിൽ എടുത്ത് സ്കെയിലിന്റെ മുകളിൽ ഒരു ബുക്ക് വെച്ചു എന്ന് വിചാരിക്കുക. ആ സ്കെയിൽ മൊത്തത്തിൽ നിലനിർത്തി വെക്കുന്ന ഒരു ബുക്ക് വെച്ചു. ഓക്കെ, രണ്ട് സപ്പോർട്ടിൽ ഒരു സ്കെയിൽ വെച്ചു. ആ സ്കെയിലിന്റെ മുകളിൽ നല്ല തടിയുള്ള ഒരു ബുക്ക് വെച്ചു. അപ്പൊ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞ പോലെ ബെൻഡ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ബെൻഡ് ചെയ്യുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ അല്ലെ? നമുക്ക് രണ്ട് സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചാൽ അത് ബെൻഡ് ചെയ്യുന്ന ഇങ്ങനെയാ. നമുക്കറിയാം, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ബെഞ്ചിൽ ഇരുന്ന് കഴിയുമ്പോൾ ബെഞ്ചിന് നല്ല ബലമില്ലെങ്കിൽ 5-6 പേര് ഇരുന്ന് എന്ത് ചെയ്യും? ബെഞ്ചിന് നടുക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ് ഫോം ചെയ്യും അല്ലെ? ബെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് സാഗിങ് മൊമെന്റ്, ഹെൻസ് ദ വാല്യൂ ഓഫ് മൊമെന്റ് വിൽ ബി പോസിറ്റീവ്. സാഗിങ് മൊമെന്റ് ആണ്, ഹെൻസ് ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ മൊമെന്റിന്റെ സൈൻ നമുക്ക് കിട്ടി. അടുത്ത നമ്മൾ വേണ്ടത് എന്താ? ഓരോ പോയിന്റിലെ മൊമെന്റ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 പോയിന്റ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ്, രണ്ടാമത്തെ ബി എന്ന് പറയുന്ന പോയിന്റ്, മൂന്നാമത്തത് യു ഡി എല്ലിന്റെ സെന്റർ. യു ഡി എല്ലിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബീമിന്റെ സെന്റർ. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. എക്സ് 0 ആകുമ്പോൾ ഈ ഇക്വേഷനിൽ 0 കൊടുക്കുക. രണ്ട് ടേമും 0 ആയി പോകും. ബെൻഡിങ് മൊമെന്റ് ഈസ് 0 അല്ലെ? ഡബ്ല്യു എൽ എക്സ് ബൈ 2 മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ രണ്ട് സ്ഥലത്തും 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും 0, ഇവിടെയും 0. സോ അവർ ബെൻഡിങ് മൊമെന്റ് ഈസ് 0. നോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ ബൈ 2. എക്സ് എൽ ബൈ 2 ആകുമ്പോഴുള്ള ബെൻഡിങ് മൊമെന്റ്, അതായത് സെന്ററിലുള്ള ബെൻഡിങ് മൊമെന്റ്, ഈ രണ്ട് സ്ഥലത്തും എൽ ബൈ 2 കൊടുക്കുക. സോ ഡബ്ല്യു എൽ ഇൻറ്റു എൽ ബൈ 2 ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 4 എന്ന് വരും. മൈനസ് എക്സിന് വരെ എൽ ബൈ 2 കൊടുത്താൽ ഇവിടെ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 എന്ന് വരും. ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 4 മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 എന്ന് കിട്ടും. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. ഈ എക്സിന് വരെ എന്ത് ചെയ്താൽ മതി? നമ്മൾ എവിടെയാണ് കണ്ടുപിടിക്കുന്നത് ആ ഡിസ്റ്റൻസ് കൊടുക്കുക. എക്സ് ഈസ് ഈക്വൽ ടു എൽ ബൈ 2. സോ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 എന്ന് നമുക്ക് കിട്ടി. അടുത്ത ബെൻഡിങ് മൊമെന്റ് അറ്റ് സപ്പോർട്ട്, രണ്ടാമത്തെ സപ്പോർട്ട് ബിയിൽ. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ. സോ എക്സ് എൽ ആവുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ബി ആണ്. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് എൽ, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 എന്ന് ഇവിടെ കിട്ടും അല്ലെ? ഇവിടെ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഇവിടെയും ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്താൽ 0 കിട്ടും അല്ലെ? സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ is 0, ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി is equal to 0, bending moment at center is WL square by 8 and it is a sagging moment, hence it is positive and we will join it by a parabolic line. So നമുക്ക് bending moment diagram വരയ്ക്കാം. 3 പോയിന്റ് എടുത്തു. At x is equal to 0 it is 0, at x is equal to L by 2 it is WL square by 8. ഈ ഒരു വാല്യൂ എപ്പോഴും പഠിച്ചു വെക്കാം കേട്ടോ. So simply supported beam with the UDL, maximum bending moment is WL square by 8. അടുത്തത് at support B again x is equal to 0. So bending moment രണ്ട് സപ്പോർട്ടിൽ 0 ആണ്, സെന്ററിൽ WL square by 8 ആണ്. ഇത് നമുക്ക് പാരാബോള വെച്ച് ജോയിൻ ചെയ്യണം. പാരാബോള വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ നമ്മൾ വരയ്ക്കുന്ന കർവിന്റെ സ്ലോപ്പ് ഷിയർ ഫോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്കറിയാം. ഇവിടെ നോക്കിയേക്കെ, മാക്സിമം ഷിയർ ആണ് അല്ലെ? WL/2 എന്ന് പറഞ്ഞാൽ മാക്സിമം ഷിയർ ആണ്. സോ ഇവിടെ സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം. സോ ഇവിടെ സ്ലോപ്പ് മാക്സിമം വരുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കണം. സോ ഇവിടെ സ്ലോപ്പ് മാക്സിമം ഇങ്ങനെ നമ്മൾ കർവ് വരയ്ക്കുമായിരുന്നെങ്കിൽ, ഈ കർവിന്റെ ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കുറവായിരിക്കും. സോ നമ്മൾ കർവ് ഇങ്ങനെ വരയ്ക്കുന്നു. സോ ദിസ് ഈസ് മാക്സിമം സ്ലോപ്പ്. ഇനി ഈ ഒരു പോയിന്റ് വന്നേ, ഇവിടെ ഷിയർ ഫോഴ്സ് 0 അല്ലേ? ഷിയർ ഫോഴ്സ് 0 ആകുമ്പോൾ എന്താവണം? സ്ലോപ്പ് 0 ആവണം. ഇവിടുന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു നോക്കി. ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങളൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു നോക്കുക. ഇവിടെ സ്ട്രേറ്റ് ലൈൻ വരച്ചു നോക്കിയാൽ സ്ലോപ്പ് ഉണ്ടോ? ഇല്ല. ഈ ലൈനും ഈ കർവും തമ്മിൽ കൂട്ടിമുട്ടിയാൽ പോകുന്ന സ്ലോപ്പ് ഇല്ല. സോ അവർ കർവ് ഈസ് റൈറ്റ്. ഇനി ഇപ്പുറത്തെ വശത്ത് വരാം. ഇവിടെയും ഷിയർ ഫോഴ്സ് മാക്സിമം ആണ്. നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ, പക്ഷെ വാല്യൂ മാക്സിമം ആണല്ലേ? സോ സ്ലോപ്പ് ഷുഡ് ബി ഹയർ. സ്ലോപ്പ് ഹയർ ആവുന്നു. ഈ പോയിന്റ് വന്നാൽ 0 ആണ്. ഇവിടെ നിങ്ങൾ ലൈൻ വരച്ചാൽ സ്ലോപ്പ് 0 ആണ്. സോ ഇതാണ് കർവിന്റെ ഷേപ്പ് വരാം, തിരിച്ചായിരിക്കില്ല. സോ ദിസ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ദ വാല്യൂ ഈസ് സാഗിങ്, ഹെൻസ് ഇറ്റ് ഈസ് പോസിറ്റീവ്. This is your bending moment diagram for a simply supported beam with UDL. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 2 കേസസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നമ്മൾ ഈ ഓരോ സിംഗിൾ കേസസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് നമ്മൾ
എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എല്ലാ ലോഡും കൂടെ വന്നിട്ട് ന്യൂമറിക്കൽ വാല്യൂ തന്ന പ്രോബ്ലം ആയിരിക്കും. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ കൺസെപ്റ്റും അവിടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യേണ്ടി വരും. സോ എല്ലാം തറവായിട്ട് പോവാ. വി വിൽ ഡിസ്കസ് some more standard cases in the next class, and we will start doing the numerical problems. Thank you.